നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ആഴ്ചയാണ് ഉത്തർപ്രദേശിലെ ഗാസിയാബാദിൽ 16 വയസ്സിന് താഴെയുള്ള 3 സഹോദരിമാരെ ഫ്ളാറ്റിൽ നിന്ന് ചാടി ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയിരുന്നു. 3 സഹോദരിമാരും എന്തിനാണ് ഇത്തരത്തിലൊരു കടുങ്കൈ ചെയ്തത് എന്നുള്ള അന്വേഷണത്തിലായിരുന്നു പോലീസ്. ഏതായാലും അന്വേഷിച്ചു ചെന്നപ്പോൾ വളരെ ഞെട്ടിക്കുന്ന കണ്ടെത്തലുകളാണ് പോലീസ് ശേഖരിച്ചിരിക്കുന്നത്. അതായത് കൊറിയയോടുള്ള അമിത സ്നേഹം, K-pop സോങ്ങുകൾ, അതുപോലെ തന്നെ കൊറിയൻ ജീവിത രീതികൾ, അവിടെയുള്ള യുവാക്കളുമായിട്ട് വിവാഹം കഴിക്കണമെന്നുള്ള ആഗ്രഹം, അവിടെയുള്ള ആളുകളെ പോലെ തന്നെ ജീവിക്കണമെന്നുള്ള ഒരു ആഗ്രഹം, ഇതൊക്കെ തന്നെയാണ് നടക്കാതെ വന്നപ്പോൾ ഈ 3 പെൺകുട്ടികളും ജീവനൊടുക്കിയിരിക്കുന്നത്. ഏതായാലും സംഭവത്തിലെ അന്വേഷണം കൂടുതൽ സങ്കീർണമായിക്കൊണ്ടിരിക്കുകയാണ്. കുടുംബ പശ്ചാത്തലത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നു. ഈ കുട്ടികൾ ഡയറിയിൽ കൃത്യമായിട്ട് എന്താണ് മരണകാരണം എന്നുള്ളത് എഴുതിയിട്ടുണ്ടായിരുന്നു. വീട്ടിൽ നിന്നും ചില പ്രശ്നങ്ങൾ പെൺകുട്ടികൾ നേരിട്ടിരുന്നു എന്നുള്ള കാര്യം കൂടി പോലീസ് മനസ്സിലാക്കി. ഇപ്പോൾ കുടുംബ പശ്ചാത്തലം കൂടി അന്വേഷിച്ചപ്പോൾ പോലീസ് ഞെട്ടുകയാണ്. അതായത് ഈ കുട്ടികളുടെ പിതാവ് ചേതൻ കുമാറിന് 3 ഭാര്യമാരുണ്ടെന്നും മരിച്ച നിഷിക, പ്രാച്ചി, പാക്കി എന്നിവരുടെ അമ്മമാർ വ്യത്യസ്തരാണെന്നാണ് ഇപ്പോൾ പോലീസ് വൃത്തങ്ങളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ സങ്കീർണമായ കുടുംബ ബന്ധങ്ങൾ സംഭവത്തിലെ ദുരൂഹത വർദ്ധിപ്പിക്കുകയാണ്. ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ പെൺകുട്ടികൾ 9ാം നിലയിലെ ഫ്ളാറ്റിൽ നിന്ന് ചാടി ജീവനൊടുക്കിയത്. ഇതിൽ ചേതൻ കുമാറിന്റെ 3 ഭാര്യമാർ അവരും സഹോദരിമാരാണ്. ഭാര്യമാരായ സുജാത, ഹീന, ടിന എന്നിവർ സഹോദരിമാരാണെന്നും പോലീസ് റിപ്പോർട്ടുകൾ പറയുന്നു. ഇതിൽ സുജാതയുടെ മകളാണ് നിഷിക. പ്രാച്ചിയും പാകിയും മറ്റൊരാൾ ഹീനയുടെ മക്കളാണ്. ടീനയുമായുള്ള ബന്ധത്തിൽ ചേതൻ കുമാറിന് മക്കളില്ലെന്നാണ് പ്രാഥമിക വിവരം. ചേതൻ കുമാറിന് 3 ഭാര്യമാരുണ്ടെന്നുള്ള കണ്ടെത്തൽ കൂടി അന്വേഷണത്തിൽ കൂടുതൽ ദുരൂഹത വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇതുകൂടാതെ 2015 ചേതന്റെ ലിവിൻ പാർട്ട്ണർ ആയിട്ടുണ്ടായിരുന്ന വനിത ദുരൂഹ സാഹചര്യത്തിൽ ഫ്ളാറ്റിന് മുകളിൽ നിന്ന് താഴേക്ക് ചാടി മരിച്ചതും പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കൊറിയൻ ഓൺലൈൻ ഗെയിമുകളോടും വിനോദ പരിപാടികളോടും കുട്ടികൾക്ക് അമിതമായ ആസക്തി ഉണ്ടായിരുന്നതായാണ് പിതാവ് ചേതൻ കുമാർ പോലീസിനോട് വെളിപ്പെടുത്തിയത്. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിൽ പിതാവ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതും കൂട്ടാത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. കുട്ടികൾ എഴുതിയതെന്ന് കരുതുന്ന ആത്മഹത്യാ കുറിപ്പുകളിലും കൊറിയൻ ഉള്ളടക്കങ്ങളോടും കൊറിയയോടുള്ള താല്പര്യം വ്യക്തമാക്കുന്നുണ്ട്. വൈദ്യുതി ബിൽ അടയ്ക്കുന്നതിനായി പിതാവ് ചേതൻ തങ്ങളുടെ മൊബൈൽ ഫോണുകൾ പിടിച്ചെടുത്ത് വിൽപ്പന നടത്തിയതിനെ തുടർന്ന് 3 സഹോദരിമാരും കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നു. കൊറിയൻ ഉള്ളടക്കങ്ങൾ അമിതമായി കാണുന്നതാണ് തന്റെ നടപടിക്ക് പിന്നിലെ കാരണമായി പിതാവ് ചൂണ്ടിക്കാട്ടിയത്. ഓഹരി ദല്ലാളായ ചേതൻ കുമാറിന് 2 കോടി രൂപയുടെ കടബാധ്യത ഉണ്ടായിരുന്നു. വലിയ ബുദ്ധിമുട്ടിലായിരുന്നു അദ്ദേഹവും കുടുംബവും പുലർത്തിയിരുന്നത്. കൊറിയൻ വിനോദങ്ങളുടെ വലിയ ആരാധകരായിരുന്ന പെൺകുട്ടികൾ സംഭവം നടന്ന രാത്രിയിൽ അമ്മയുടെ മൊബൈൽ ഫോൺ കൈക്കലാക്കിയതായി അന്വേഷണത്തിൽ കണ്ടെത്തി. എന്നിരുന്നാലും അവർ കാണാൻ ആഗ്രഹിച്ച കൊറിയൻ ആപ്പുകളും ഉള്ളടക്കങ്ങളും ലഭ്യമാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ഇതുമൂലം നിഷിക, പ്രാച്ചി, പാക്കി എന്നീ 3 പെൺകുട്ടികൾക്കും ഓൺലൈൻ ഗെയിമുകൾ കളിക്കാനോ അവരുടെ കൊറിയൻ സുഹൃത്തുക്കളോട് സംസാരിക്കാനോ കഴിഞ്ഞില്ലെന്നും പോലീസ് പറഞ്ഞു. അവരുടെ അമ്മയുടെ ഫോണിൽ കൊറിയൻ ഉള്ളടക്കമുള്ള ആപ്പുകൾ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നും ഫോറൻസിക് സംഘവും പറഞ്ഞു. ആത്മഹത്യ ചെയ്ത് 3 പെൺകുട്ടികൾക്ക് പിതാവിനോട് കൂടുതൽ അടുപ്പമുണ്ടായിരുന്നതായി പോലീസ് പറഞ്ഞു. അതുകൊണ്ടായിരിക്കാം അവർ ആത്മഹത്യക്കുറിപ്പിൽ പിതാവിനെ അഭിസംബോധന ചെയ്തത്. ഒരിടത്ത് അവർ അമ്മയുടെ പേര് പരാമർശിച്ചിട്ടില്ല എന്നുള്ളതും ഏറെ ശ്രദ്ധിക്കണം. കൈപ്പടയിലുള്ള ആത്മഹത്യക്കുറിപ്പും സന്ദേശങ്ങളും ഉൾപ്പെടെയുള്ള വിരലടയാളങ്ങൾ ഫോറൻസിക് ലബോറട്ടറിയിലേക്ക് അയച്ചു. റിപ്പോർട്ടിനായി കാത്തിരിക്കുകയാണ്. IMEI നമ്പറുകൾ ഉപയോഗിച്ച് സൈബർ ക്രൈം ടീമുകൾ മൊബൈൽ ഫോണുകൾ വാങ്ങിയവരെ കണ്ടെത്താൻ ശ്രമിക്കുന്നു. ഇതിലൂടെ കൊറിയൻ ആപ്പുകളുടെ ഡാറ്റ വീണ്ടെടുക്കാൻ കഴിയും. കേസ് ആത്മഹത്യയായിട്ടാണ് പരിഗണിക്കുന്നതെന്നും ഓൺലൈൻ ഗെയിമിംഗ് ആസക്തിയെക്കുറിച്ചുള്ള പിതാവിൻ്റെ അവകാശവാദങ്ങൾ പരിശോധിക്കുന്നതിലും കുടുംബ സാഹചര്യങ്ങൾ ഉൾപ്പെടെയുള്ള വശങ്ങൾ പരിശോധിക്കുന്നതിനുമാണ് അന്വേഷണം കേന്ദ്രീകരിച്ചിരിക്കുന്നതെന്നും പോലീസ് പറഞ്ഞു. സഹോദരിമാരുടെ മുറിയിൽ നിന്ന് കണ്ടെടുത്ത 9 പേജുള്ള പോക്കറ്റ് ഡയറി ഉൾപ്പെടെയുള്ള പ്രാഥമിക കണ്ടെത്തലുകൾ കൊറിയൻ സംസ്കാരത്തോടും ഉള്ളടക്കത്തോടുമുള്ള തീവ്രമായ അടുപ്പത്തിലേക്കും കുടുംബ കലഹങ്ങളിലേക്കും വിരൽ ചൂണ്ടുന്നു. 3 സഹോദരിമാരെ ബുധനാഴ്ച ഡൽഹിയിലെ നീഗംബോധ് ഘട്ടിൽ സംസ്കരിച്ചു. 2015 ഗാസിയാബാദ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ രാജേന്ദ്ര നഗർ കോളനിയിലുള്ള ഒരു ഫ്ളാറ്റിന്റെ മേൽക്കൂരയിൽ നിന്ന്
വീണ് ചേതൻ കുമാറിന്റെ ലിവിംഗ് പാർട്ട്ണർ സംശയാസ്പദമായ സാഹചര്യത്തിൽ മരിച്ചിരുന്നു. പിന്നീട് ആ മരണം ആത്മഹത്യയായി കണക്കാക്കിയതായി പോലീസ് തള്ളിക്കളഞ്ഞു. കുട്ടികളുടെ മരണം ആത്മഹത്യയാണെന്ന് പ്രാഥമികമായി ഉറപ്പിക്കുമ്പോഴും പോലീസിനെ സംശയിപ്പിക്കുന്നുണ്ട് പല കാരണങ്ങളും. കാരണം അതിന് പിതാവിന്റെ ഭൂതകാലം തന്നെയാണ് പോലീസിനെ സംശയിപ്പിക്കുന്നത്. 2015 ഇയാളുടെ ലിവിംഗ് പാർട്ട്ണർ കെട്ടിടത്തിന് മുകളിൽ നിന്ന് വീണ് മരിച്ചതും അന്ന് ആത്മഹത്യയായി എഴുതിത്തള്ളിയിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ ചേതൻ കുമാറിന്റെ സാമ്പത്തിക ഇടപാടുകളും മുൻകാല ബന്ധങ്ങളും പോലീസ് വീണ്ടും പരിശോധിക്കുകയാണ്. ആ ആത്മഹത്യ കുറിപ്പുകളുടെ കൈയക്ഷരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് ഫോറൻസിക് പരിശോധനയ്ക്കും വിധേയമാക്കുന്നുണ്ട്. ഇതിനായി കുറിപ്പുകൾ ഫോറൻസിക് ലാബിലേക്ക് അയച്ചിട്ടുണ്ട്. ആധുനിക കാലത്ത് കുട്ടികൾ വളർന്നു വരുന്ന ഓൺലൈൻ ആസക്തികൾ പെട്ടെന്ന് തടയാൻ ശ്രമിക്കുന്നത് എങ്ങനെ വലിയ ദുരന്തങ്ങളിലേക്ക് നയിക്കാം എന്നതിൻ്റെ ഭീകരമായ ഓർമ്മപ്പെടുത്തലാണ് ഈ സംഭവം. കാരണം ഇപ്പോഴും കുറേ കുട്ടികൾക്കാണെങ്കിലും യുവാക്കൾക്കാണെങ്കിലും ഇന്ന് കൊറിയൻ പ്രേമം അത് അല്പം കൂടുതൽ തന്നെയാണ്. കാരണം കൊറിയൻ സ്റ്റൈലുകളൊക്കെ തന്നെ ഇന്ന് നമ്മൾ ഫാഷൻ ലോകത്ത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കൊറിയൻ പാട്ടുകൾ കേൾക്കുന്നുണ്ട്, അതുപോലെയൊക്കെ തന്നെ ആവാൻ ശ്രമിക്കുന്നത്. പക്ഷേ പലതും റിയൽ ലൈഫിലോട്ട് നമുക്കത് അനുകരിക്കാൻ സാധിക്കാതെ വരുമ്പോഴാണ് പലരും ഡിപ്രഷനിലോട്ട് തള്ളിവിടുന്നത്. ഏതായാലും ആരാധനയൊക്കെ നല്ലതാണ്. കാരണം ഇതൊരു പലതരത്തിലുള്ള നമുക്ക് ഓരോ രാജ്യത്തെയും കൾച്ചറിനോടും അവരുടെ ജീവിത രീതികളോടൊക്കെ തന്നെ നമുക്ക് ഇഷ്ടം തോന്നാം. പക്ഷേ അത് നടപ്പിലാക്കി തന്നില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുക എന്ന് പറയുന്നതൊക്കെ വളരെ നടുക്കമുണ്ടാക്കുന്ന കാര്യമാണ്. ഇവിടെ ഈ 3 കുട്ടികൾക്കും ഇത് തന്നെയാണ് സംഭവിച്ചതെന്നാണ് പോലീസും സംശയിക്കുന്നത്. മാത്രമല്ല പിതാവിനെ വിശദമായി ചോദ്യം ചെയ്താൽ മാത്രമായിരിക്കും മറ്റെന്തെങ്കിലും കാരണങ്ങൾ ആത്മഹത്യക്ക് പിന്നിലുണ്ടോ എന്നുള്ളത് കൂടി കൂടുതൽ വ്യക്തമാവുകയുള്ളൂ.